വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു മീഷോ റിവ്യൂ വീഡിയോ ആട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ മീഷോ റിവ്യൂ വീഡിയോയില് നമ്മൾ സാരിയെ കാണിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഷോർട്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കിപ്പോ സാരിയോട് ഒരു വല്ലാത്തൊരു വീക്ക്നെസ് ആണ്. അതുകൊണ്ട് ഞാൻ മീഷോന്ന് 2-3 സാരി മേടിച്ചിട്ടുണ്ടായിരുന്നു. 2-3 സാരി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾ മീഷോന്ന് സാരി മേടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പൊ സാരി വന്നു അവിടെ ചിലപ്പോൾ ചില ആൾക്കാരൊന്നും അഴിച്ചു നോക്കുന്നത്, എസ്പെഷ്യലി നമ്മൾ സാരി എന്നല്ല എന്തൊരു മെറ്റീരിയൽ ആണ് നമ്മൾ മീഷോ മേടിക്കുന്ന സമയത്ത് ചില ആൾക്കാരൊന്നും അത് വേഗം പൊട്ടിച്ചു നോക്കത്തില്ല. പക്ഷെ ആവശ്യക്കാരനാണെങ്കിൽ പൊട്ടിച്ചു നോക്കും. അപ്പൊ ഈ സാരി മേടിക്കുന്ന സമയത്ത് നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ചെക്ക് ചെയ്യേണ്ട എവിടെയാണെന്നറിയോ, സാരിയുടെ മുന്താണി പോർഷനും അതുപോലെ തന്നെ സാരിക്ക് ബോർഡർ വരുന്ന പോർഷൻ ആണെങ്കിൽ അതുമാണ് നല്ലോണം ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ. കാരണം അതിൽ നല്ലോണം തന്നെ കളർ ചിലപ്പോൾ ഇങ്ങനെ ഫെയ്ഡ് ആയി പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് പറയണത്. അപ്പൊ നമുക്ക് മീഷോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ഒരു സാരി ഞാൻ പറഞ്ഞു, ഞാനതൊരു ചെറിയ കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പിക്ചറിൽ കാണിക്കുന്ന ഈ ഒരു സാരിയാണ് ഞാൻ ഫസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നത്, ഒരു ബ്ലാക്ക് സാരി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മീഷോയിൽ സാരി മേടിച്ചിട്ടില്ല. ഈ ഒരു പ്രാവശ്യം ഞാൻ പിന്നെ ഓണത്തിന് വേണ്ടിയിട്ട് ഒരു സാരി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെയാണ് നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഷെയർ ചെയ്യാവേ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ. അത് നമ്മൾ അന്ന് ആ മീഷോന്ന് മേടിച്ച 2 സാരി ബ്ലൗസിലെ ഈ ഒരു സംഭവം, ഇതിന്റെ ഒരു റിവ്യൂ ആയിട്ട് പറഞ്ഞുതരാം. ഇതിന് ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ട് കേട്ടോ. കാരണം ഇത് അത്രയും കട്ടിയില്ലാത്ത ഒരു മെറ്റീരിയൽ, ബനിയൻ ക്ലോത്തും കൂടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധാ ബ്രായൊക്കെ ഇടുന്ന സമയത്ത് അതിന്റെ ആ ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലൈനായിട്ടൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കൈൻഡ് ഓഫ് ബ്രാലറ്റ് ഇടുവാണെങ്കിൽ നല്ലതാ. ഈ ഒരെണ്ണം ഞാൻ സൈഡിലായിട്ട് ഫോട്ടോ കൊടുക്കാം. അപ്പൊ ഞാൻ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഫ്ലിപ്പിന്നാണ്. ഇതൊരു 3 എണ്ണമാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതില് ബ്ലാക്ക്, പിന്നെ ഒരു ന്യൂഡ് 2 കളേഴ്സ്, ഒരു പിങ്ക്, ഒരു ആഷ് കളർ, അങ്ങനെ 3 എണ്ണമായിരുന്നു, ഗ്രേ കളർ. അപ്പൊ അങ്ങനെ 3 എണ്ണമായിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനത്തെ ഇടുന്ന സമയത്ത് അതിന് നമ്മുടെ സ്ട്രാപ്പ് ഊരാൻ പറ്റുന്നുണ്ട്. അതിൽ നമുക്ക് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വൃത്തികേടാവും. കാരണം ഇത് നമുക്ക് ഇതിന്റെ ഈ ഒരു നെക്കിന്റെ പോർഷനും ഹാൻഡിന്റെ പോർഷനും ആയിട്ട് ലേസ് ഡീറ്റെയിൽസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് വൃത്തിയിടാം. പിന്നെ ഇതിന്റെ നെഗറ്റീവ് എന്താണെന്നറിയാമോ, നമ്മൾ സാരി ഉടുക്കുന്ന സമയത്ത് മുന്താണി നമ്മൾ സേഫ്റ്റി പിൻ വെച്ചിട്ട് പിൻ ചെയ്യത്തില്ലേ, അപ്പൊ പിൻ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ഇതിന്റെ അടിയിൽ ഒരു പേപ്പർ വെച്ചിട്ട് പിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഇത് ലേസ് ആയതുകൊണ്ട് ഇത് വേഗം തന്നെ കീറിപ്പോവും. ഈ ഒരു മെറ്റീരിയല് നമുക്ക് പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ സാരി ഉടുത്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിക്കാം. ഇതിന്റെ നെക്ക് കുറച്ചിങ്ങനെ ഒരു കയറിയിരിക്കുന്ന കൈൻഡ് ഒരു സംഭവമാണ്. അപ്പൊ അത് എല്ലാ സാരിക്കും മാച്ച് ആകുകയില്ല കേട്ടോ. ഇത് ഭയങ്കര തിന്നായിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് യൂസ് ചെയ്തില്ലെങ്കിൽ കീറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഈ ഒരു കോംബോയിൽ നമുക്ക് 200 സംതിങ് രൂപയ്ക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ റേറ്റ് സൈഡിലായിട്ട് കൊടുക്കുക. അപ്പൊ 2 എണ്ണമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച ബ്രാലറ്റ് ഒക്കെ ആകുമ്പോൾ ഇതിന്റെ ഒരു കറക്റ്റ് ഷേപ്പിൽ തന്നെ വരുന്നുള്ളതുകൊണ്ട് അത്യാവശ്യം അതൊരു നല്ല പെർഫെക്റ്റ് ആയിട്ട് ഷേപ്പ് ആയിട്ടും കൂടെ നിൽക്കും കേട്ടോ. ഇതാണ് എന്റെ ഫസ്റ്റത്തെ സാരി എന്ന് പറയുന്നത്. ഇത് ഞാൻ ഓണത്തിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന സാരിയാണ്. ഇതെന്ന് പറയുന്നത് ചാന്തേരി കോട്ടൺ സിൽക്കിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു സാരിയാണ്. നല്ല സാരിയാണോ എന്ന് ചോദിച്ചാൽ നല്ല സാരി. ഇതിന്റെ കൂടുതൽ നമുക്ക് ബ്ലൗസ് പീസ് വരുന്നുണ്ടായിരുന്നു. ഇതിൽ തന്നെ അറ്റാച്ച്ഡ് ആയിരുന്നു, പക്ഷെ ഞാനത് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സംഭവം ഇല്ലേ, ഇതിന്റെ ഈ ഒരു ബോർഡർ വന്നിട്ടുള്ള ഇത് നമ്മള് സാരി വന്നു കഴിയുമ്പോൾ തന്നെ ചെക്ക് ചെയ്യുക കേട്ടോ. കാരണം ഇതിൽ കൂടെ ഒരു തരം കളർ മങ്ങിയ പോലെ ഒരു ലൈൻ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സാരി ഉടുക്കുന്ന സമയത്ത് ഭയങ്കര വൃത്തികേടായിട്ട് തന്നെ വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക, സാരിയുടെ ബോർഡർ എപ്പോഴും തന്നെ ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതിന്റെ ഈ ഒരു സാരി ബോർഡറിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ബ്ലൗസിൽ കൂടി നല്ലോണം തന്നെ ലൈൻസുകൾ ഉണ്ടായിരുന്നു, കളർ മങ്ങിയ കുറേ ലൈൻസുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബ്ലൗസ് യൂസ് ചെയ്യാനേ പറ്റത്തില്ല. അപ്പൊ അതായിരുന്നു അതിന്റെ ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. പിന്നെ സാരി ഇറ്റ്സ് ഓക്കെ, നമുക്ക് ഒരു ഉടുപ്പടിക്കാനും എല്ലാത്തിനും പറ്റിയൊരു സാരി. എനിക്ക് തോന്നുന്നു മീഷോയിൽ ഒരു സാരി മേടിച്ചിട്ട് നമ്മളൊരു ഫ്രോക്കോ പാവാടയോ ബ്ലൗസോ അങ്ങനെ എല്ലാം അടിക്കുന്ന നമുക്ക് ഭയങ്കര വർത്ത് ആയിട്ടുള്ള. കാരണം ഒരു 300 രൂപയ്ക്ക് ഒരു സാരി കിട്ടി, പിന്നെ ലൈനിങ് പ്ലസ് എല്ലാം കൂടെ ആകുമ്പോൾ നമുക്കൊരു 800-900 രൂപയ്ക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സാരി ഞാൻ വാഷ് ചെയ്തു, കളർ ഇളകുവോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല സാരിയാണ്. പിന്നെ കുറച്ചിങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു ടൈപ്പാണ്. ഞാൻ സൈഡിലായിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ കൊടുക്കാവേ നമ്മൾ ഇത് ഉടുത്തിട്ടുള്ളേ. ഇനി നമ്മുടെ നെക്സ്റ്റ് സാരി എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സൈഡിലായിട്ട് പിക്ക് കൊടുക്കാവേ. ഈ ഒരു ഗ്രേ കളറിൽ വന്നിട്ടുണ്ടായിരുന്ന സാരിയാണ്. നല്ല സൂപ്പർ സാരിയാണ്. എന്താ 205 രൂപയോ അങ്ങാണ്ടായിരുന്നു ഇതിന്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു ഹാൻഡ്ലൂം ലിനൻ സാരിയാണ്. അപ്പം ഇത് ഞാനിപ്പോ 2-3 വീഡിയോസ് ഒക്കെ എടുത്തായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു ഇത് അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി ഇതിപ്പോ വീട്ടിൽ പോകുമ്പോൾ അമ്മയ്ക്ക് കൊടുക്കാന്ന് വിചാരിച്ചാണ്. ഈ സാരിയുടെ ഇത് കണ്ടോ, നല്ല ടേസൽ ഡീറ്റെയിൽസ് ഒക്കെ, ടേസൽ എന്ന് തോന്നുന്നു ആ ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അതും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലതാണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം വെച്ചാൽ നമ്മൾ ചിലപ്പോൾ വാഷൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഒട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്, ഇങ്ങനത്തെ ഒരു ഡീറ്റെയിൽസ്. അതുകൊണ്ട് എനിക്കിത് അത്രമാത്രം അങ്ങ് ഇഷ്ടമല്ല. പിന്നെ ബോർഡർ ആണെങ്കിലും സിൽവർ കളറിലുള്ള ബോർഡർ ആണ്. സിൽവറിൽ കൂടെ ചെറിയ ഗോൾഡൻ ലൈൻസ് ആണ് വന്നിട്ടുള്ളത്. അതിന്റെ
അടിഭാഗത്ത് വന്നിട്ടുള്ളത് കുറച്ചും കൂടെ വലിപ്പമുള്ള സൈസിലാട്ടോ. നല്ല മെറ്റീരിയൽ, നമുക്ക് നല്ല കംഫോർട്ടബിൾ ആയിട്ട് തന്നെ ഇടാൻ പറ്റും. നല്ല ഉടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് മെനക്കി ഇരിക്കുന്ന ഒരു സാരിയാണ്. ഇതിന്റെ ഉള്ളിൽ തന്നെ ബ്ലൗസ് പീസ് വരുന്നുണ്ട്, ഇതിനെക്കാട്ടിലും ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ബ്ലൗസ് പീസ് ഞാൻ ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അമ്മയ്ക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യട്ടെ എന്നത് ചിലപ്പോ ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് അതിന്റെ ഒരു ബ്ലൗസ് പീസ് വന്നിട്ട്. അപ്പൊ നിങ്ങൾ കണ്ടോ, ചെറിയൊരു ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഇതും തമ്മിൽ, സാരിയും നമ്മുടെ ബ്ലൗസും തമ്മിൽ കേട്ടോ. അപ്പം ബ്ലൗസ് ആണെങ്കിലും നമുക്ക് കറക്റ്റ് സ്റ്റിച്ച് ചെയ്യാനുള്ള മാത്രയിൽ ഉണ്ട്. ഇതാട്ടോ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന സാരി. അപ്പൊ ഞാൻ സൈഡിലായിട്ട് കൊടുക്കുക. ഇതിന്റെ ഈ ഒരു 4 കളേഴ്സ് ആയിരുന്നു അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബ്ലൂ കളറാട്ടോ. അപ്പൊ ഇതിന് ഞാൻ ആ ഒരു പിങ്ക് ഫസ്റ്റ് ബ്ലൗസ് കാണിച്ചില്ലേ, അപ്പൊ അതായിരുന്നു നമ്മൾ ഇതിന് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിലും ഇതുപോലെ തന്നെ ടാസൽസിന്റെ ഒരു വർക്ക് വരുന്നുണ്ട് കണ്ടോ, ഇതിന്റെ മുന്താണിയിലായിട്ട്. അപ്പൊ മുന്താണിയുടെ ഒരു കുറച്ച് ഭാഗം ഇതുപോലെ ബ്ലൂ വന്നിട്ട് ബാക്കി പിങ്ക് ആട്ടോ വന്നിട്ടുള്ളത്. പിന്നെ കംപ്ലീറ്റ് ഫുള്ള് നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത്. ഉടുത്തു കഴിഞ്ഞാൽ ഉടുത്തടുത്ത് നിൽക്കുന്ന കൈൻ്റെ ഒരു സാരിയാണ്, നല്ല സാരിയാണ്. പിന്നെ എവിടെയും കളർ ഫെയ്ഡ് ആകുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു സാരി വാഷ് ചെയ്ത സമയത്ത് ഇത് കുറച്ച് കോട്ടൺ ആയതുകൊണ്ട് തന്നെ ചുരുങ്ങാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വാഷ് ചെയ്തിട്ട് കളർ പോകുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് ബ്ലൗസ് പീസും വരുന്നുണ്ട് കേട്ടോ. ബ്ലൗസ് പീസ് ഇതിന്റെ ഒരു പിങ്ക് ഷെയ്ഡ് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ബോർഡർ കാണുന്ന പിങ്ക് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇതിന് ഇതൊരു ബ്ലൗസ് അടിച്ചിട്ടില്ല. അപ്പൊ ഇതിനൊരു ബ്ലൗസ് സ്ലീവ്ലെസ്സിൽ ഈ കാണുന്ന രീതിയിൽ അടിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനുശേഷം നമുക്ക് സ്ലീവ്ലെസ്സിൽ ഒരു ബ്ലൗസ് ഒക്കെ ഒപ്പിച്ചതിന് ശേഷം ഇത് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. പക്ഷെ എനിക്ക് 2-3 ഓപ്ഷൻസ് വേറെ ഉണ്ടായിരുന്നു. ഇത് വെച്ചിട്ട് ഒരു പാവാട ബ്ലൗസും തയ്ക്കണം, അല്ലെങ്കിൽ ഒരു ഉടുപ്പ് അനാർക്കലി തയ്ക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് സാരിയായിട്ട് എടുക്കുന്ന ഭംഗി നമുക്ക് അതൊന്നും തയ്ച്ചാൽ കിട്ടത്തില്ല. നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു നീല സാരിക്കും എല്ലാം കുറച്ചുകൂടെ ബ്ലാക്കും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പൊ ഈ ഒരു ബ്ലാക്ക് ബ്ലൗസ് ഞാൻ റെഡിമെയ്ഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സ്റ്റിച്ച് ചെയ്ത് വെറുതെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് റെഡിമെയ്ഡ് മേടിച്ചിട്ട് ഇപ്പൊ നമുക്ക് ഏത് രീതിയിലുള്ള ബ്ലൗസും റെഡിമെയ്ഡ് ആയിട്ട് നിങ്ങൾക്ക് മീഷോന്ന് മേടിക്കാൻ നല്ല അടിപൊളി കളക്ഷൻസ് മീഷോയിലുണ്ട്. പിന്നെ പ്രശ്നമുള്ളത് നമ്മുടെ സൈസിനാണ്. സൈസ് ഇപ്പം എന്നെപ്പോലുള്ളവർക്കുള്ള സൈസ് അവൈലബിൾ ആയിരിക്കത്തില്ല. പക്ഷെ എന്നാലും നമുക്ക് അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മളൊന്നും ഷേപ്പ് ചെയ്തിട്ടില്ല, ഷേപ്പ് ചെയ്യുന്ന സമയത്തും നമുക്ക് ഷോൾഡറിന്റെ അവിടെയാണെങ്കിലും ഒന്നും വലിയ വൃത്തിയോട് വരാറില്ല. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ഈ മീഷോന്ന് ഇടുന്ന ബ്ലൗസുകളെല്ലാം തന്നെ ഉള്ളത് കേട്ടോ. അപ്പൊ നമ്മള് സാരി നമ്മളല്ല മേടിക്കുന്ന സമയത്ത് ഒന്ന് ചെക്ക് ചെയ്യണം. അതിന്റെ ബോർഡർ ഒക്കെ പലയിടത്തും ലൈൻ പോലെ കളർ ഇങ്ങനെ ഫെയ്ഡ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കപ്പെടുള്ളൂ. അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാം കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന ബ്ലൗസ് എന്ന് പറയുന്നത്. കുറച്ച് പഫി ആയിട്ടുള്ള സ്ലീവ്സ് ആണ്. ഇതിങ്ങനെ ഈ ഒരു ഭാഗം നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ആയി കഴിയുമ്പോൾ കുത്തി കയറുന്ന ടൈപ്പ് ഒരു സാധനം. പക്ഷെ ഇതിന്റെ ഉള്ളില് നല്ല സോഫ്റ്റ് ആണ്, ഇതുകൊണ്ട് ഇടാനും നല്ല കംഫർട്ടബിൾ ആട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ നെക്കിന്റെ ഈ ഒരു പോർഷനിൽ കൂടെ ചെറിയൊരു ലേസ് പോലത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കണ്ടില്ലേ, ഇങ്ങനത്തെയാണ് നമ്മുടെ സ്ലീവ് വരുന്നത്. ഇതിന് അത്യാവശ്യം കുറച്ച് നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ബ്ലൗസൊക്കെ നല്ല ഇങ്ങനെ കയറിയിരിക്കുന്ന ബ്ലൗസ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ബ്ലൗസുകൾ മേടിക്കാം. അപ്പൊ ഇതൊക്കെ എന്ത് ഒരു ഡ്രസ്സിന്റെ കൂടുതൽ നിങ്ങൾക്ക് ഇടുകയും ചെയ്യാം. നമ്മൾ ഇന്ന് കാണിച്ചതിൽ ഇതിൽ ഏത് സാരിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമന്റ് ചെയ്യണേ. ഏത് ഉടുത്തിട്ടായിരുന്നു നല്ലതെന്നും കൂടെ പറയാ. പിന്നെ സാരി ഉടുക്കാൻ ഞാൻ അത്രമാത്രം പെർഫെക്റ്റ് അല്ല, ഉടുത്തിങ്ങനെ പഠിച്ചു പക്ഷെ ഉടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ് ഈ സാരി എന്ന് പറയുന്നത് കേട്ടോ. എനിക്ക് ഉടുക്കാനും ഇഷ്ടമാണ്. അപ്പം പിന്നെ വേറെ കാര്യം, നമ്മൾ ഈ ഉടുത്ത് കാണിച്ച വീഡിയോസിലെല്ലാം തന്നെ ഞാൻ അണ്ടർസ്കേർട്ട് ഇട്ടിട്ടില്ല. പകരം നമ്മൾ ജീൻസിന്റെ കൂടുതലാണ് ഇട്ടത്. കാരണം അണ്ടർസ്കേർട്ട് ഇട്ട സമയത്ത് ഞാൻ കുറച്ചും കൂടെ മെലിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ജീൻസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അണ്ടർസ്കേർട്ടാണ് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ജീൻസിന് ഇട്ട് പോയി പറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് മീഷോന്ന് മേടിക്കുന്ന സാരി അല്ല എന്ത് ഡ്രസ്സാണെങ്കിലും നിങ്ങൾക്ക് വിശ്വസിച്ച് മേടിക്കാം. 100% ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ അവരുടെ കയ്യിൽ നിന്ന് വരാറുള്ളൂ കേട്ടോ. അല്ലാണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് തന്നെ മേടിക്കാൻ പറ്റും മീഷോന്ന്. അപ്പൊ നമ്മുടെ വീഡിയോ ഇന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഏത് ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമന്റ് ചെയ്യുക. നെക്സ്റ്റ് എന്ത് വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും മറ്റു വീഡിയോ കാണാൻ